രേണു സുധി നമുക്ക് എല്ലാവർക്കും ഇന്ന് സോഷ്യൽ മീഡിയയിൽ അറിയാവുന്ന പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അവരെവിടെ പോയാലും എന്ത് ചെയ്താലും ആൾക്കാർ അവരുടെ പുറകെ ഉണ്ട്. അത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. ചിലടത്ത് നെഗറ്റീവ് ആണെങ്കിൽ ചിലടത്ത് പോസിറ്റീവ് ആണെങ്കിൽ കൂടുതലും നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് രേണു സുധി എന്ന് പറഞ്ഞ കലാകാരി ഈ ഒരു ഫീൽഡിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് ഒരുപാട് അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പതുക്കെ പതുക്കെ ജനങ്ങൾ അവരുടെ അഭിനയത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു, അവരെ അംഗീകരിച്ചു തുടങ്ങുന്നു. അവരുടെ ഇന്റർവ്യൂവിലാണെങ്കിൽ പോലും അവർക്ക് നെഗറ്റീവിന് പകരം പോസിറ്റീവ് പബ്ലിസിറ്റി കിട്ടുന്നു, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമന്റുകൾ വരുന്നു. വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അവർ ഇപ്പോൾ ഒരുപാട് ആൽബങ്ങൾ ചെയ്യുന്നു. ആദ്യ സമയത്ത് ആൽബം ഒരു റീലീസ് ചെയ്തതിന്റെ പേരിലാണ് അവർ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള കമന്റുകൾ നേരിട്ടത്. ഇന്ന് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള കമന്റുകളാണ് ഇന്ന് രേണു സുധിയുടെ ഓരോ ആൽബത്തിനും ഷോർട്ട് വീഡിയോകൾക്കും ഷോർട്ട് ഫിലിംസിനും ഒക്കെ താഴെ വരുന്നത്. അതോടൊപ്പം തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവർ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അവാർഡുകൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡുകൾ അവർക്ക് കിട്ടുന്നു. ഏറ്റവും നല്ല അവരുടെ കൂടെ അഭിനയിക്കുന്ന പ്രതീഷ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ആ പുള്ളി അവർ ജോഡികളൊക്കെ ആയിട്ട് കപ്പിളിനുള്ള അവാർഡൊക്കെ മേടിക്കുന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ രേണു സുധി അവരുടെ ഓരോ എന്താ പറയുന്ന പടികൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, പടികൾ വെച്ച് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഫെയിം ആകുന്ന സമയത്ത് ആൾക്കാർക്ക് അറിയാം, ഓരോരുത്തരും ഫേമസ് ആകുന്നതനുസരിച്ച് അവരുടെ ഇൻകംസ് കൂട്ടിക്കൊണ്ടിരിക്കും. അതായത് അവർ മേടിക്കുന്ന പ്രതിഫലം കൂട്ടാം. ചിലരുടെ സുഹൃത്തുബന്ധത്തിന് പേരിൽ ഫ്രീ ആയിട്ടാണെങ്കിൽ മോസ്റ്റ് ഒരു 99.9% ആർട്ടിസ്റ്റുകളും പ്രതിഫലം തന്നെ മേടിച്ചിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നതും ഷോർട്ട് ഫിലിം ചെയ്യുന്നതും. അപ്പോൾ രേണു സുധി തന്നെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളരെ തുച്ഛമായ പ്രതിഫലം മേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അങ്ങനെ അവര് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരുടെ സ്വന്തം ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതും വളരെ കാര്യമായിട്ട് തന്നെ നല്ല രീതിയിൽ റേറ്റിംഗ് കയറി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് സബ്സ്ക്രിപ്ഷൻ കൂടുന്നു. അങ്ങനെ എല്ലാ തരത്തിലും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം, ഒരു ആർട്ടിസ്റ്റ് എന്ന രേണു സുധിയെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വിളിക്കാം. അതിനിടയ്ക്കാണ് ഒരു ലക്കി ഡ്രോ കൂപ്പൺ പരിപാടിയുമായിട്ട് രേണു സുധിയുടെയും പ്രതീഷിന്റെയും ഒരു പരസ്യം ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വൈറലായി മാറി, വിവാദപരമായ വൈറലായി മാറിയിരിക്കുന്നു. വിവാദങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് രേണു സുധി. രേണു സുധി തന്നെ ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്, വിവാദങ്ങൾ എന്നെ ഒരു സ്റ്റോൺ ആക്കി മാറ്റി, ഒരു കല്ലാക്കി മാറ്റി എന്ന് രേണു സുധി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഇല്ലാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ ഈ ലക്കി ഡ്രോ കൂപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് കാണിച്ചിട്ട് ഇപ്പോൾ ആ വീട് വെച്ച ആൾക്കാർ ചിലപ്പോൾ കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്നതായിരിക്കും, അയാൾക്ക് ആ വീട് വിൽക്കണം, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ പുതിയൊരു രീതി ഇറക്കിയിരിക്കുകയാണ്. നോർമലി നമ്മൾ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരുടെ കൊടുക്കുകയോ അങ്ങനെയൊക്കെ ആയിരുന്നു സാധാരണഗതിയിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ ഇതുവരെ കണ്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു പുതിയ തരം തട്ടിപ്പെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. വേറൊന്നുമല്ല, ഒരു വീട് കാണിച്ചുകൊണ്ട് ഇതിന് ഇത്ര ലക്ഷം രൂപയാണ് വിലമതിക്കുന്ന വീട് നിങ്ങൾക്ക് സമ്മാനമായി തരുന്നു. കൂപ്പണിന്റെ വില വെറും 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയുടെ കൂപ്പൺ എടുത്താൽ ഇന്ന ദിവസം നിങ്ങൾക്ക് ഇത്രാം തീയതി നിങ്ങൾക്ക് ആ ലക്കി ഡ്രോ കൂപ്പണിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ സെലക്ട് ചെയ്യപ്പെടാം, നിങ്ങളായിരിക്കാം ആ ഭാഗ്യവാൻ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര കോടി രൂപ വിലമതിക്കുന്ന ഒരു വീടും വെറും 1000 രൂപ. അങ്ങനെയാണ് ടൈറ്റിൽ. വെറും 1000 രൂപ മുടക്കിയാൽ അല്ലെങ്കിൽ വെറും 500 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാം, ഇങ്ങനെ സംഭവിക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് അത് ഒന്നാം സമ്മാനം കൂപ്പൺ കിട്ടിയില്ലെങ്കിൽ രണ്ടാം സമ്മാനമായിട്ട് അവിടുത്തെ കാറ് കിട്ടും, ഏറ്റവും ലേറ്റസ്റ്റ് കാർ. അത് ചിലപ്പോൾ താറായിരിക്കാം, ചിലപ്പോൾ സ്വിഫ്റ്റ് ആയിരിക്കാം, അങ്ങനെ ഏതെങ്കിലും ബ്രാൻഡഡ് കാറുകൾ കിട്ടും, പ്രീമിയം കാറുകൾ കിട്ടും, പിന്നെ ബൈക്കുകൾ കിട്ടും, ജാവ മോട്ടോർ സൈക്കിൾ കിട്ടും, അതുകൂടാതെ സ്വർണ്ണ നാണയങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രോത്സാഹന സമ്മാനങ്ങൾ. ഇതിനൊക്കെ ആരാണ് ഇവർക്ക് നിയമം കൊടുത്തിരിക്കുന്നത്? ആരാണ് ഇതിനൊക്കെ അംഗീകാരം? ഗവൺമെന്റ് എന്തെങ്കിലും ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ? ഈ ഓൺലൈൻ മാധ്യമങ്ങൾ, ഓൺലൈൻ മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആർക്കാണ് അവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്? നമ്മുടെയൊക്കെ അറിവിൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറിക്ക് മാത്രമേ ഉള്ളൂ നറുക്കെടുപ്പ് ലക്കി ഡ്രോ എന്ന് പറയാൻ നമ്മുടെ സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ഒരു സംഭവം. വേറെ സിക്കിം ലോട്ടറിയോ മണിപ്പാൽ ലോട്ടറി പോലും ഒക്കെ നിരോധിച്ച നാടാണ് നമ്മുടെ. നമുക്ക് ആകെയുള്ള ഒരു ലക്കി ഡ്രോ അല്ലെങ്കിൽ ഒരു ഭാഗ്യ പരീക്ഷണം നടത്തുന്നത് നമ്മുടെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയിലാണ്. അതിന് മാത്രമാണ് നിയമസാധ്യതയുള്ളത്. പക്ഷേ ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ പോലെയുള്ള ആൾക്കാർ ഇതുപോലെ ലക്കി ഡ്രോ നടത്തിയിട്ട് ഇപ്പൊ പെട്ടിരിക്കുകയാണ്, അതിന് അന്വേഷണം നടക്കുകയാണ്. അത് അവർ ചെയ്തത് കർണാടകയിലുള്ള പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. പക്ഷെ എന്നാൽ രേണു സുധി അതുക്കും മേലെ ഒരു പടി കൂടെ കടന്നുകൊണ്ട് സ്വന്തം നാട്ടിൽ മലപ്പുറത്ത്, അതായത് നമ്മുടെ സ്വന്തം കേരളം, നാടെന്ന് ഉദ്ദേശിച്ച സ്വന്തം കേരളത്തിൽ മലപ്പുറത്ത് ഈ രേണു സുധിയും രേണു സുധിയുടെ കോസ്റ്റാറായ കോ ആർട്ടിസ്റ്റായ പ്രതീഷും കൂടെ ചേർന്ന് ഒരു വീടിന്റെ ലക്കി ഡ്രോയുടെ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. വെറും 500 രൂപ. 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രക്കാട്ടം വലിയൊരു വീടും ഒരു സ്വിഫ്റ്റ് കാറും അതുകൂടാതെ ഒരുപാട് സ്കൂട്ടറും അതുകൂടാതെ അതിനും കഴിഞ്ഞ് അതും കിട്ടാത്തവർക്ക് സ്വർണ്ണ നാണയങ്ങളും സമ്മാനമെന്നാണ് രേണു സുധി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചോളം ശരിയാണ്, അവരുടെ സ്വന്തം ഇഷ്ടമാണ് അവർ പ്രോഗ്രാം ചെയ്യുന്നതും അവർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്നതും അവർ കോൺട്രവേഴ്സ്യൽ ഇന്റർവ്യൂസ് ചെയ്യുന്നതും ഒക്കെ അവരുടെ മാത്രം പേഴ്സണൽ ഇഷ്ടമാണ്. പക്ഷേ ഇതൊരു ജനതയെ പറ്റിക്കുന്നതാണെന്ന് പലവട്ടം യൂട്യൂബിലും അതോടൊപ്പം തന്നെ മറ്റു പല ചാനലുകളിലും വന്നിരുന്ന ആൾക്കാർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം 1000 രൂപ 500 രൂപ ഇപ്പൊ രേണു സുധി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. അവര് പറഞ്ഞിട്ടോ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരുപാടാണ്. അതായത് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയുടെ കൂപ്പൺ എടുക്കുന്ന ആൾ ഒന്നോ രണ്ടോ അല്ല,
3, 4, 5 ലക്ഷം ആൾക്കാരായിരിക്കാം ചിലപ്പോൾ 500 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നത്. അത് രേണുസുതി പറഞ്ഞതാണ്, അല്ലെങ്കിൽ KL ബ്രോ പറഞ്ഞതാണ്, അല്ലെങ്കിൽ മച്ചാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടാണ് ഇവർ ഇതിന്റെ പരസ്യവും കൂടെ ചെയ്യുന്നത്. കാരണം ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഇപ്പൊ രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം രേണുസുതിയുടെ ആ പോസിറ്റിവിറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. ഇത് രേണുസുതിക്ക് അറിയാത്തത് കൊണ്ടാണോ അതോ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ലെവലിലേക്ക് രേണുസുതി താഴ്ന്നുകൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയം തന്നെയാണ്. എന്തായാലും രേണുസുതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും നിയമവിരുദ്ധമാണ്. കേരളത്തിൽ ഒരിക്കലും ഇത് അംഗീകരിച്ചിട്ടില്ല. ഇത് താമസിയാതെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരികയും ഇതൊരു അന്വേഷണം അവർ ഇടുകയും ചെയ്യും. ഇതുവരെ നമ്മുടെ ഒരു അറിവിൽ ഇതുവരെ അന്വേഷണം തുരുത്തിലൊന്നും ഇട്ടിട്ടില്ല. എങ്കിലും ഇതിപ്പോ കഴിഞ്ഞ ദിവസം വന്ന വാർത്തയായതുകൊണ്ട് ഇതിപ്പോ വളരെ രീതിയിൽ വൈറലാകുന്നുണ്ട്, വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രേണുസുതിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും കേരളീയർ ഇങ്ങനൊരു അറ്റംപ്റ്റ് പ്രതീക്ഷിച്ചില്ല. കാരണം രേണുസുതി പോലും കണ്ടിട്ടുണ്ടാവും ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇത് ചെയ്തിട്ട് എന്തോരം സൈബർ ബുള്ളിങ്ങും അതോടൊപ്പം തന്നെ ആൾക്കാരുടെ കരച്ചിലും, ഒരുപാട് ആൾക്കാരുടെ പണം നഷ്ടപ്പെട്ടു. അതാണ് അവിടുത്തെ അടുത്ത ലോ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ പണം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമ്മളോട് ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാർ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചൂതാട്ടങ്ങളിൽ കൊണ്ട് പൈസ ഇടിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ രേണുസുതിയും അതിന്റെ ഒരു ഭാഗമായി മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് രേണുസുതിയുടെ അറിവോട് കൂടിയാണോ അതോ രേണുസുതി ഇതിനകത്ത് പെടുത്തിയതാണോ നമുക്കറിയില്ല. തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ ഇതിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.